ഗവേഷണ കേന്ദ്രങ്ങളും ഒരുങ്ങുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ സർവകലാശാലയും ഒപ്പം കോഴിക്കോട്, കാസർഗോഡ് മേഖലകളിലെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇവിടെ ജീവശാസ്ത്ര ഗവേഷണ മേഖലയിൽ ഇന്റേൺഷിപ്പിനും പ്രോജക്റ്റുകൾക്കും നൈപുണ്യ വികസനത്തിനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും. ഇത്തരമൊരു അക്കാദമിക് ഇൻഡസ്ട്രിയൽ സഹകരണത്തിലൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാവുക. അതിലൂടെ വരും കാലത്ത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നേരിട്ടും പരോക്ഷമായി സൃഷ്ടിക്കാനും സാധിക്കും. ബയോ പ്രോസസ്സിംഗ്, ബയോ പ്രോസ്പെക്റ്റിംഗ് ഈ മേഖലകളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരും കമ്പനികളും എത്തിച്ചേരുന്ന ഇടമായിട്ടാണ് ഈ പാർക്ക് മാറുന്നത്. നമ്മുടെ പശ്ചിമഘട്ടം ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ്. ഈ ജൈവസമ്പത്തിനെ ശാസ്ത്രീയമായും സന്തുലിതമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഔഷധക്കൂട്ടുകൾ, ജീവശാസ്ത്ര ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ നിർമ്മിക്കപ്പെടുന്ന അവസ്ഥകൾ. ഇതിലൂടെ ആഗോള ജീവശാസ്ത്ര ഗവേഷണ മേഖലയിൽ ഉള്ള മുൻനിര കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് നാം ലക്ഷ്യമുള്ളത്. മുൻനിര ഗവേഷണ ലബോറട്ടറികൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുന്നതോടെ അവയുടെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലും നിരവധി അനുബന്ധ കമ്പനികൾ സംസ്ഥാനത്തെമ്പാടും വളർന്നു വരും. നമ്മുടെ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും ഉതകുന്നതാകും ആ മുന്നേറ്റം. പല സ്ഥാപനങ്ങളും ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട്. ഒരു കൂട്ടരെ കഴിഞ്ഞൊരു ദിവസം വ്യവസായ മന്ത്രി എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവര് ഇവിടെ ഒരു സംരംഭം ആരംഭിക്കാൻ പോകുന്ന സംരംഭത്തിൽ നിക്ഷേപിക്കുന്ന തുക കേട്ടപ്പോൾ അല്പം അമ്പരപ്പുണ്ടായി. നമ്മുടെ ആഗോള നിക്ഷേപ സംഗമത്തിൽ ആകെ മൊത്തമായി നമുക്ക് ലഭിച്ച വാഗ്ദാനം 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ്. ഈ കൂട്ടർ വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് 2 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന സംഖ്യ, 2 ലക്ഷത്തിൽ കൂടുതൽ കോടി, മറ്റത് 2 ലക്ഷം കോടിയാണെങ്കിൽ 2 ലക്ഷത്തിൽ പരം കോടി. കൃത്യമായിട്ട് എൻ്റെ അപ്പുറത്തുള്ള സംഖ്യ എത്രയാണെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 ലക്ഷത്തിൽ കൂടുതൽ എന്ന് പറയുന്നത്. 2 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപം, അതിനാണ് അവർ സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. അത് കേട്ടപ്പോൾ അല്പം അമ്പരപ്പുണ്ടായി. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പോൾ പറഞ്ഞ മറുപടി, കേരളമാണ് ഏറ്റവും നല്ല നിക്ഷേപത്തിന് പറ്റിയ സ്ഥലം.
ഇവിടെ വർഗീയ പ്രശ്നങ്ങളില്ല, കലാപങ്ങളില്ല, സമാധാനമുള്ള നാടാണ്. അതാണ് ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടതാണ്. എങ്കിലും അത്തരമൊരു ഓഫർ നമ്മുടെ മുന്നിൽ വന്നു എന്ന് കാണുമ്പോൾ നമ്മൾ പറയേണ്ടത് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒട്ടേറെ വികസന പദ്ധതികൾ ഇനിയും വരാനിടയുള്ള സാധ്യതയുണ്ട് എന്നതാണ്. നമ്മുടെ പാർക്കുകൾ IT പാർക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായും